നമ്മളിന്നേ മാങ്ങ പറിക്കാൻ പോകാം. അതുകൊണ്ട് ഈ ബോട്ടിൽ ഉപയോഗിച്ചാണ് നമ്മൾ മാങ്ങ പറിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മുകളിൽ നിൽക്കുന്ന മാങ്ങ താഴെ പോകാതെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഈ ബോട്ടിൽ ഉപയോഗിച്ചാണ് മാങ്ങ പറിക്കുന്നത്. മാങ്ങ പറിക്കാനായിട്ട് നമ്മൾ ആദ്യം ഈ ബോട്ടിലിനകത്ത് ഒരു മാങ്ങ കയറുന്നത് പോലെ നമ്മളൊരു ചെറിയൊരു ദ്വാരം ഇടണം. അപ്പോൾ അതിനു വേണ്ടി ഒരു ദ്വാരം ഇടുന്നതിന് വേണ്ടി നല്ല കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കട്ട് ചെയ്യാനായിട്ട് പിച്ചാത്തിക്ക് ഒരു മൂർച്ചയില്ലാത്തൊരു പിച്ചാത്തിയായിട്ട് അത് വെച്ച് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളൊരു കത്തിയും കൂടെ തന്നു. പക്ഷേ ആ കത്തി മൂർച്ചയില്ലാത്തതാണ്. നമ്മൾ ആദ്യത്തെ കത്തി തന്നെ വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് മുറിയൊന്നുമില്ല അല്ലേ? എന്തോ ചെയ്യുന്നത്? ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതുകൊണ്ട് അവിടെ ആ കട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ മടക്കിയെങ്കിൽ എളുപ്പം നമുക്കത് മുറിഞ്ഞ് കിട്ടുക. നമ്മളത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കട്ട് ചെയ്തുകൊണ്ട് ഇച്ചിരി വലിപ്പം വേണമേ. മാങ്ങ ഇതിനകത്തോട്ട് നമുക്ക് പിടിക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്യണം. എന്നാലേ ആ കോളിനകത്തേക്ക് മാങ്ങ കയറണം. ഇനി നമ്മൾ ഈ കുപ്പി വേറൊരു പരിപാടിയുണ്ട്. അത് കണ്ടോണം. എന്താണെന്ന് വെച്ചാലേ ഞങ്ങൾക്ക് ഇവിടെ കമ്പൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞങ്ങളൊരു മടലെടുത്തേ. എന്നിട്ട് ആ മടലിലേക്ക് അത് കണ്ടോ കുപ്പിയുടെ വായ്ക്കകത്തേക്ക് മടൽ കയറ്റുക. നന്നായി ഫിറ്റായിട്ട് നല്ല മുറുക്കി അത് വെക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ മാങ്ങ നമ്മൾ വലിക്കുമ്പോഴത്തേനും അതങ്ങ് ഊരിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മാങ്ങ പറിക്കാനായിട്ട് മാവിൻ്റെ ചുവട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ അതുകൊണ്ടോ മാങ്ങ പറിക്കാനായിട്ട് മാവിൻ്റെ ചുവട്ടിലെത്തി. ഇപ്പം മനസ്സിലായോ എന്താണ് ഈ കുപ്പി എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഇത് കണ്ടോ ഒരു പിച്ചിങ്ങാണ്. ആ പിച്ചിങ്ങിൻ്റെ അവിടുന്ന് താഴോട്ട്, അതായത് കണ്ടത്തിലോട്ടാണ് ഈ മാവിൻ്റെ കൊമ്പ് നീണ്ടു നിൽക്കുന്നത്. ആ കൊമ്പിലാണ് മാങ്ങ ഉള്ളത്. അപ്പോൾ ആ മാങ്ങ പറിച്ച് നമ്മൾ തോട്ടിയിട്ട് വലിച്ചാൽ അതെന്ത് ചെയ്യും? താഴോട്ട് വീഴും. പിന്നെ കാട്ടിനകത്തോട്ട് ഇറങ്ങി എടുക്കാനൊക്കെ പ്രയാസമാണ്. കണ്ടത്തിലോട്ട് ഇറങ്ങണം, അത് പ്രയാസമാണ്. അത് ഇറങ്ങിയാൽ പിന്നെ കയറാനും എല്ലാം പാടാം. വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കഷ്ടം. അതുകൊണ്ട് ഈ കുപ്പി വെച്ച് നമ്മൾ പറിക്കുവാണെങ്കിൽ ആ കുപ്പിക്കകത്തോട്ട് വീഴും. അപ്പം നമുക്കതിങ്ങ് വലിച്ചെടുത്താൽ മതിയേ. അതുകൊണ്ട് മാങ്ങ പറിക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ, കുപ്പിയുടെ വാ ചെറുതായിരുന്നു. അപ്പം നമ്മളത് ഒന്നുകൂടെ വലിപ്പത്തിലാക്കുവാണേ. വലിപ്പത്തിലാക്കിയിട്ട് മാങ്ങ അതിനകത്ത് കയറുന്നില്ല. വലിയ മാങ്ങായ അത് കാരണം അതിനകത്ത് കയറുന്നില്ലേ. അപ്പോൾ അതിനകത്ത് കയറത്തക്ക വിധത്തിലുള്ളൊരു ഹോള് വലിപ്പമാക്കി, വലിപ്പമുള്ള ഹോളാക്കി മാറ്റി കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കട്ട് ചെയ്തു. കത്തി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് മാങ്ങ പറിക്കാം. മാങ്ങ പറിക്കാൻ ഉണ്ട്. നല്ല ദൂരത്തിലാണ് ഈ മാങ്ങ നിൽക്കുന്നത്. നല്ല നീളമുള്ള മടലാണേ. അതുകൊണ്ട് അത് പറിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ കത്തി മാങ്ങ കുപ്പിക്കകത്തോട്ട് കയറ്റിയിട്ട് നമ്മൾ നല്ല ഒരു വലി വലിക്കണം. അപ്പോൾ ആ സൈഡ് നല്ല മൂർച്ചയുള്ളതുകൊണ്ട് അത് എളുപ്പം ഇങ്ങനെ പോകും. നല്ല ഫിറ്റായിരിക്കണം ഈ കുപ്പി കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ കുപ്പി ഊരി കണ്ടത്തിലോട്ട് പോകും. മാങ്ങയും പോകും, കുപ്പിയും പോകും. ഭാഗ്യത്തിന് ആ കുപ്പി ഊരിപ്പോയില്ല. വേണ്ട മാങ്ങ കിട്ടി. മാങ്ങ ഇങ്ങനെ എളുപ്പം നമുക്ക് പറിക്കാം. മാങ്ങ കിട്ടിയിരിക്കുകയാണ്. ഒരു മാങ്ങ പറിച്ച് എന്നിട്ട് പിള്ളേർക്ക് ഒരു മാങ്ങ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മാങ്ങയും കൂടെ പറിക്കുക. ഒത്തിരി മാങ്ങ എടുക്കുന്നുണ്ട്, മുഴുവൻ പറിച്ച് വെറുതെ. നല്ല മാങ്ങയാണ്, പഴുത്താലൊക്കെ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് രണ്ടാമത്തെ മാങ്ങയും പറിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാങ്ങ താഴെ പോകാതെ പറിക്കുന്നത്? നല്ല മാങ്ങ, സൂപ്പർ മാങ്ങയാട്ടോ. മാങ്ങ പറിച്ചത് വേണ്ട മാങ്ങ പറിച്ചുകൊണ്ട് വന്നു. അങ്ങനെ മാങ്ങ പറിച്ച് നമ്മൾ വീട്ടിൽ വന്നിരിക്കുക. മാങ്ങ അരിഞ്ഞ് തിന്നുക ഇനി പരിപാടി. അപ്പോൾ ഉപ്പ്, മുളക്, എണ്ണ ഇവയെല്ലാം എടുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് മാങ്ങ നീളത്തിലരിഞ്ഞു. നോക്കാം
ഇനി ഉപ്പും മുളകും കൂട്ടി മാങ്ങ കഴിക്കണം. ഉപ്പും മുളകും പുളിയൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് ഉപ്പും മുളകും കൂട്ടി മാങ്ങ കഴിക്കുമ്പോൾ. അപ്പോൾ നോക്കാം. മാങ്ങ അരിയിൽ നോക്കി 1-2 പേരും കൊണ്ട് അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. എളുപ്പം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ച് നോക്കിയിരിക്കണം. ശകലം പോലും കളയാൻ തോന്നില്ല. നല്ല ടേസ്റ്റുള്ള മുളക്, ഉപ്പ്, എണ്ണയും കൂടെ ഒരാൾ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ എരിവിൻ്റെ കാഠിന്യം കുറയാൻ വേണ്ടി ഇച്ചിരി എണ്ണയും കൂടെ വെച്ചിട്ടുണ്ട്. എനിക്ക് എണ്ണ വേണ്ട കേട്ടോ, ഉപ്പും മുളകും മാത്രം മതി. അവരെണ്ണയും കൂടെ ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. അങ്ങനെ മുളക്, ഉപ്പ് ഓർത്തപ്പോളേ പുളിയായി. ഉപ്പും മുളകും പുളിയും. സൂപ്പർ സൂപ്പർ. സൂപ്പർ. അപ്പം എങ്ങനെയുണ്ട് മാങ്ങ? ഉപ്പും എരിയും പുളിയും എല്ലാം കൂടെ എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. സൂപ്പറാ. സൂപ്പർ സൂപ്പർ. മുഖത്തെ എക്സ്പ്രഷൻ കൊള്ളാം. ഇല്ലാതെ പുളി. സൂപ്പർ. പുളി, ഉപ്പ്, അയ്യോ എരിവ്. സൂപ്പർ.